സാർ, വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് ഓരോ ദിവസവും പ്രതി അഫാന്റെ മൊഴി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളത് കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നത്. ഇന്ന് പാങ്ങോട് പോലീസിന് കൊടുത്ത മൊഴിയിൽ അഫാൻ പ്രത്യേകമായി ഒരു കാര്യം പറയുന്നുണ്ട്. തന്റെ കാമുകിയായ ഫർസാനയോട് സ്നേഹമായിരുന്നില്ല, പകയായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള റീസൺ പണയം വെക്കാൻ നൽകിയ മാല തിരികെ ചോദിച്ചു, അതാണ് ദേഷ്യത്തിനിടയാക്കിയത് എന്ന്. ഇന്നത്തെ മൊഴി ശരിക്കും സാർ നേരത്തെ സൂചിപ്പിച്ച രീതിയിലേക്ക് വരികയാണ്. അവളോട് തീർത്തത് പകയായിരുന്നു എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം വിശ്വസനീയതയുണ്ട് ഇന്നത്തെ മൊഴിക്ക്? അയാള് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്നുള്ളത് പറയാൻ വിമുഖനാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അയാൾക്ക് ജീവിതത്തിൽ ആരോട് സ്നേഹമില്ലാത്ത, അങ്ങനെയാണ് ആ മനസ്സ് രൂപീകരിച്ചു വന്നത്. ആ രൂപം കൊണ്ട് അങ്ങനെയാണ്. പണം മാത്രമേ മുഖ്യമായിട്ടുള്ളൂ. സ്നേഹബന്ധങ്ങൾക്ക് ഈ അഫാന് യാതൊരു സ്ഥാനവും മനസ്സിലില്ല. സ്വന്തം അമ്മയെ കൊല്ലാൻ പോയവനല്ലേ, സ്വന്തം ഇളയ സഹോദരൻ അവരെല്ലാം പൊന്നുപോലെ നോക്കുന്നു, ഇവനും സ്നേഹിച്ചെന്ന് പറയുന്ന ആ കൊച്ചിനെ കൊല്ലാനും വഴിയില്ല. അപ്പോൾ എല്ലാം പണമാണ് അയാൾക്ക് മുഖ്യം. സ്നേഹബന്ധങ്ങൾക്ക് യാതൊരു സാധ്യതയും അവിടെ കാണുന്നില്ല. അവൻ്റെ സ്വഭാവത്തിലില്ല അത്. കാരണം അവന് പണം വേണം, ആഹാരം അവന് ഇഷ്ടമുള്ള കഴിച്ചുകൊണ്ടിരിക്കണം. ഇത് രണ്ട് കാര്യത്തിലെ പുള്ളിക്ക് എല്ലാ കാര്യവും ഒരാളെ കാണുന്നത് മുഴുവൻ അങ്ങനെയാണ്. വല്യമ്മയെ പോയി കൊന്ന കണ്ടില്ലേ, ആ സ്വർണത്തിന് വേണ്ടി തന്നെയല്ലേ കൊന്നത്, അതേ വേറെ ഒന്നിനുമല്ല. എന്നാൽ വല്യമ്മ എത്ര പ്രാവശ്യം പണം കൊടുത്ത് സഹായിച്ചിരിക്കുന്നു, എന്തെല്ലാം കൊടുത്തിരിക്കുന്നു അവന്. അതൊന്നും അല്ല പ്രശ്നം, എല്ലാം പണത്തിലാണ്. അങ്ങനെയാണ് അവനെ സൃഷ്ടിച്ചു വച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ചെറുപ്പം മുതലേ അങ്ങനെ അങ്ങ് പോയി പണം കൊടുത്ത്. നമ്മൾ കുട്ടികളൊക്കെ വീടുകളിലൊക്കെ പലരും എന്തെങ്കിലും നല്ല പ്രവൃത്തി ഉടനെ ഒരു സംഭാവന കൊടുക്കും. അതൊന്നും നല്ലതല്ല. കാരണം പണം കൊടുക്കും കുട്ടികൾക്ക്, അത് സേവ് ചെയ്യും ഒക്കെ. ഗാന്ധിജിയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കിട്ടുന്ന പണമെല്ലാം എവിടെയെങ്കിലും സേവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് പണം കൊടുക്കുന്നവർ പണം കൊടുത്താൽ എന്തും കാണിക്കുന്ന ഒരു സമൂഹമായി മാറിയില്ല കേരളം. അത് ഇതുപോലെയുള്ള കുട്ടികളെ സൃഷ്ടിച്ചു വിടുന്നതാണ് മാതാപിതാക്കൾ. പണത്തിലല്ല നിൽക്കുന്നത്, സ്നേഹം കൊടുത്ത് ആ സ്നേഹബന്ധത്തിൽ വേണം മക്കളും അപ്പനും അമ്മയൊക്കെ ജീവിക്കാൻ. സഹോദരങ്ങളെല്ലാം അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ഒരു സമൂഹമായിരുന്നല്ലോ നമ്മുടെ കഴിഞ്ഞ 10-30, എനിക്ക് തോന്നുന്നു ഒരു 30 വർഷം 40 വർഷം കൊണ്ടാണ് ഈ വിധത്തിലെ നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്സ് മാറിയത്. അതിന് കാരണക്കാർ രാഷ്ട്രീയക്കാർ തന്നെയാണ്. കാരണം പണമാണ് എല്ലായിടത്തും മുഖ്യം. പണം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കുതന്ത്രം കാണിക്കുകയും ചെയ്യും. ആരെ വേണേലും കൊന്നുകൊണ്ടിരിക്കും പണത്തിന് വേണ്ടി. പണം തട്ടിയെടുക്കുന്ന മാർഗ്ഗങ്ങൾ നോക്കണം. എത്ര നൂതന മാർഗ്ഗങ്ങളാണ്, ലോകം കാണാത്ത എത്ര എണ്ണമാണ് ഈ മലയാളികൾ അഡോപ്റ്റ് ചെയ്യുന്നത്. ഇവനും അങ്ങനെയുള്ള ഒരു സമൂഹത്തിലെ ഒരു കുട്ടിയാണ്. ആരോട് സ്നേഹമില്ല. ആ കുട്ടിയോട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് മുതൽ അവളുടെ കഴുത്തിൽ കിടക്കുന്ന മാലയാണ്, 2.5-3 പവൻ മാലയാണ്. അത് തന്നെയാണ് അവന് മനസ്സിൽ, അത് തട്ടിയെടുക്കാൻ തന്നെ. അതല്ലേ അവനെ അത് വാങ്ങിച്ച് പണയം വെച്ചിട്ട് അതായത് തിരിച്ചു ചോദിച്ചപ്പം പക വന്നെന്ന് അവനിപ്പം പോലീസ് കുറേശ്ശെ കാര്യങ്ങൾ വെളിയിലോട്ട് വരുന്നുണ്ട്. എങ്കിലും ഒരു സ്നേഹമുള്ള ഒരു മനസ്സ് അവനില്ല. അവന് മുഴുവൻ കാഴ്ചപ്പാട്, അവൻ നോക്കിക്കാണുന്ന മുഴുവൻ പണമുള്ള അല്ലെങ്കിൽ പണം കിട്ടാനുള്ള മാർഗം മാത്രമേ ഉള്ളൂ. അതിലപ്പുറത്തോട്ടൊന്നുമില്ല. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു മനസ്സ് വന്നു? അതിനകത്ത് വേറെ ഏതെങ്കിലും ശക്തികൾ ഇതിന് പിന്നിലുണ്ടോ? കുറേശ്ശേ വരുള്ളൂ. ഇതെല്ലാം ഒന്നും വെളിയിലോട്ട് വരാനുള്ള സാധ്യതയും വളരെ കുറവാണ്. കഴിഞ്ഞ ദിവസം മറ്റൊരു മൊഴി പുറത്തു വന്നിട്ടുണ്ട്. ഫർസാന ഇവന് മാല പണയം വെക്കാൻ കൊടുത്തു, പകരം മുക്കുപണ്ട ഫർസാനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഈ മാല പണയം വെക്കാൻ അഫാന് കൊടുത്തത് ഫർസാനയുടെ വാപ്പി അറിഞ്ഞിട്ടില്ല. വാപ്പാക്ക് എന്തോ ഒരു സംശയം ചെറുതായി തോന്നി തുടങ്ങി. അതുകൊണ്ട് മാല തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. വിളിച്ചു വരുത്തിയത് കൊല്ലാനുള്ള ഉദ്ദേശത്തോടെ തന്നെയാണ്. അതിനുശേഷം ഞാൻ മറ്റുള്ളവരെ കൊന്നു എന്ന് പറഞ്ഞ ശേഷം ആക്രമിക്കുകയായിരുന്നു, അതോ മാല അപ്പോഴും ആവശ്യപ്പെട്ട സമയത്ത് ആക്രമിച്ചതാകുമോ? അല്ല, ആ കുട്ടിയെ വിളിച്ചു വരുത്തിയത് ചിലപ്പോൾ മാല കൊടുക്കാമെന്ന് പറഞ്ഞിട്ടായിരിക്കൂടെ. അവൾ വിളിച്ചുടനെ ചാടിക്കേറി വരുന്നത്. അത് അങ്ങനെ എപ്പോഴും ഇവനുമായിട്ട് ലോഹിയാണെങ്കിൽ വിളിച്ച് ചിലപ്പം പറഞ്ഞാൽ അതേ മിനിറ്റിലെന്ന് ചിലപ്പം ആ കുട്ടി വീട്ടിൽ ഇരിക്കുകയാണ്, എന്നിട്ട് ട്യൂഷന് പോകണമെന്ന് പറഞ്ഞ് എടുത്ത് ചാടി റോഡിൽ കൂടെ നടന്നു വരുന്നതും ഒക്കെ നമ്മൾ കണ്ടില്ലേ. അപ്പോൾ അതിൻ്റെ അർത്ഥം അവൾക്ക് മാല തിരിച്ചു കൊടുക്കാം. ആ കുട്ടി ചാടി ഇറങ്ങി എന്ത് വന്നാലും, കാരണം ഇവൻ്റെ കിട്ടാൻ വലിയ പാടാണെന്ന് ആ കുട്ടിക്ക് അറിയാം. ഇവനത് വിറ്റെന്നോ പണയം വെച്ചെന്നോ ആ കുട്ടി മനസ്സിലാക്കിയിട്ടുണ്ട്. കൊടുത്ത മാല അതും ഒരു ഫ്രോഡാണെന്ന് എനിക്ക് സംശയം. നിൻ്റെ മാലയാണെന്ന് പറയുന്നത് അതുപോലെ തന്നെ മാല കൊടുത്ത് അത് ഗിൽട്ടായിരുന്ന കൊച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അതൊരു ചതിയാണത്. ആ വിളിച്ചു വരുത്തിയത് കൊല്ലാൻ വേണ്ടിയിട്ടാണെങ്കിലും ആ കുട്ടി അത് പ്രതീക്ഷിച്ചില്ല. മാലയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും മിക്കവാറും വിളിച്ചു വരുത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്. അത് നമ്മൾ അതിൻ്റെ അത് വേറൊരു കാര്യം ആലോചിക്കണം.
ഇളയ കൊച്ചിന് എന്താണ് കുഴിമന്തി, അവൻ്റെ വീക്ക്നെസ് കുഴിമന്തി എന്ന് പറയുമ്പോൾ ആ ചെറുക്കൻ ചാടി ഇറങ്ങിപ്പോയി. അവിടെ പോയി കുഴിമന്തി വാങ്ങിച്ചുകൊണ്ട് വന്ന കൊതിയോടെ അത് വാങ്ങിച്ചത് തിന്നാൻ കൂടി പറ്റിയില്ല ആ കൊച്ചിന്. അപ്പോൾ അതൊരു ചതിയല്ലേ. അതുപോലെ ഈ കുട്ടിക്കും ആ മാല കൊടുക്കാം. അങ്ങനെയാണ് ആ കുട്ടി ചാടി ഇറങ്ങി. അത്ര ധൃതിയിൽ അവൾ വരുന്ന കണ്ടില്ലേ, നമ്മൾ കണ്ടല്ലോ CCTV ദൃശ്യത്തിൽ. ചുണയായിട്ട് സ്മാർട്ടായിട്ട് വരികയാണ്, കിട്ടി മാല തിരിച്ച് കിട്ടി, അവൻ തരും. ആ ഒരു പ്രതീക്ഷയിൽ വന്ന് ചതിയിൽ പെട്ടുപോയില്ലേ. ആ കുട്ടി ഒരിക്കലും അത് പ്രതീക്ഷ ഉണ്ടാവില്ല. അങ്ങനെ ഒരു അപകടം ഒരിക്കലും വേറൊരാളെ കൊന്ന വിവരം ഒരു കുറ്റവാളി പറയില്ല. അതാണ് അതിൻ്റെ സയൻസ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആരും പറയത്തില്ല, ഇവനും പറയത്തില്ല. കൊലപാതകം ചെയ്തെന്ന് ആരെങ്കിലും പോലീസ് ഇതുവരെ കാണാത്ത പിടിക്കാത്ത ആരെങ്കിലും വെളിയിൽ പറഞ്ഞായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ കേട്ടിട്ടില്ല. ഒരുത്തനും പറയുന്നത് പറ്റിക്കും നമ്മൾ. സാറേ ഞാൻ 5-6 പേരെയൊക്കെ കൊന്നിട്ടുണ്ട്, ഒരാളെ ഒരു ഈച്ച പോലും കൊല്ലാത്തവനായിരിക്കും അത് പറയുന്നത്. പക്ഷേ കൊന്ന വിവരം ഒരുത്തനും പറയത്തില്ല. പക്ഷെ ഇവിടെ അവരെയും കൊല്ലാൻ പോവുകയാണല്ലോ, അതുകൊണ്ട് പറയാനുള്ളൊരു സാധ്യത അങ്ങനെ പറയത്തില്ല. അങ്ങനെയും പറയത്തില്ല. കൊല്ലാൻ പോവുകയാണെങ്കിലും പറയത്തില്ല. അവർക്കൊരു അതെന്നാന്നറിയോ, ഒരാളെ കൊല്ലാൻ പോവാന്ന് പറഞ്ഞാൽ ഡിഫെൻസീവ് മെക്കാനിസം ഉണ്ടാവും നമുക്ക്. മനുഷ്യനാണോ ആർക്കും മരിക്കാനായിട്ട് താല്പര്യമില്ല, ഒരു മനുഷ്യനും ഇല്ല. അല്ല, അത് ഇവിടെയും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലോ. എങ്ങുമില്ലല്ലോ ഡിഫെൻസീവ് ഊണ്ട്, എങ്ങുമില്ല. ഈ ഇത്രയും പേരെ 5 പേരെ കൊന്നിട്ട് എവിടെയെങ്കിലും ഒരു ഡിഫെൻസീവ് ഊണ്ടുണ്ടോ നോക്കിക്കോളൂ. പക്ഷേ ഫർസാനയുടെ ശരീരത്തിൽ അത്രയേറെ പരിക്കുകളുണ്ട്. അപ്പോൾ അത് രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടാവാം. അല്ല ഒറ്റയടി മതിയല്ലോ, തലക്കിട്ടുള്ള ചുറ്റി കൊണ്ട് ഒരടി മതി. പക്ഷെ ഒരടിയുടെ പാടല്ലല്ലോ, ഒരുപാട്. അതല്ല, ഒരടിക്ക് അൺകോൺഷ്യസ് ആവും, ഒറ്റയടി മതി. ഇപ്പം എന്നെ ആയാലും ശരി, ജമീഷിനായാലും ശരി, ജോർജ് ജോസഫിനെ ആയാലും ശരി, ചെറിയ ചുറ്റി കൊണ്ട് പുറകെ അടിച്ചാൽ ഏത് വീരവാദം കൊടുക്കുന്നതിന് അപ്പോഴും അൺകോൺഷ്യസ് ആവും. അതവനറിയാം, അതവൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ചുറ്റി വന്നത്, ഹാമർ വന്നത് അതുകൊണ്ടല്ലേ. അല്ല, അവന്റെ കഴിഞ്ഞ ദിവസം മൊഴിയുണ്ട്, കമ്പി പിടി വാങ്ങാനാണ് ഉദ്ദേശിച്ചത്, പക്ഷെ കൊണ്ടു നടക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചുറ്റിക തെരഞ്ഞെടുത്തത്, അല്ലാതെ സിനിമയൊന്നും പ്രചോദനമായിട്ടില്ല, ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് മൊഴിയുണ്ട്. അതുവരട്ടെ നമുക്കിനി പോലീസ് കണ്ടെത്തേണ്ടതാണ്. ഇവൻ എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചത്? ഇത്രയും പഠിച്ചിട്ടുണ്ടല്ലോ, തലയുടെ പുറയിൽ അടിച്ചാൽ അന്നേരം തീരുമെന്ന് പഠിച്ചിട്ടുണ്ട്. അത് എവിടുന്ന് പഠിച്ചു? അല്ലെങ്കിൽ ആരെങ്കിലും ക്ലാസ് കൊടുത്തിട്ടുണ്ടോ? അത് രണ്ടും നോക്കണം. ഇൻ്റർനെറ്റിൽ കണ്ടില്ല എന്ന് വിചാരിച്ചിരുന്ന അങ്ങനെ തള്ളിക്കളയൊന്നുമില്ല ഞാൻ. അത് വേറെ എവിടെയെങ്കിലും എടുത്തിട്ടുണ്ടോ? അല്ല, ചുമ്മാ ജനിച്ചു കൊണ്ടുവന്ന ഒരു പയ്യനെ, ഇത്ര ചെറുപ്പക്കാരൻ്റെ പയ്യൻ്റെ മനസ്സിൽ ഇതുപോലുള്ള ഭീകരമായ ബീഭത്സമായ കൊലപാതകം നടത്താനായിട്ടുള്ള സാധനം മുളച്ചു വരുമോ മനസ്സിനകത്തുനിന്ന്? അങ്ങനെയൊന്നും വരത്തില്ല. അതെവിടെയെങ്കിലും കാണണം, ദൃശ്യം വേണം, അല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ആശാന്മാർ വേണം. കളരിയൊക്കെ കരാട്ടയൊക്കെ പഠിച്ചെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ആശാൻ വേണം, അല്ലാതെ ഒന്നും നടക്കത്തില്ല. അതുകൊണ്ട് അവൻ്റെ ആ വേലയൊന്നും നടക്കത്തില്ല പോലീസിൻ്റെ അടുത്ത്. ഞാനങ്ങനെ കരുത്. പോലീസ് വളരെ സൂക്ഷിക്കണം. കാരണം അവനെ ജീവനോടെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് വേറൊരു പ്രശ്നം. പല പല അഭ്യാസങ്ങൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പം കക്കൂസി പോകാൻ നേരത്ത് അതിൻ്റെ മുകളിൽ നിന്ന് ചാടി. പോലീസുകാരാകെ വിഷമിച്ച് ആകെ നിൽക്കുകയാണ്. കാരണം അതുങ്ങൾ ആൾക്കാർ മാറി മാറി വരുന്നെങ്കിലും എല്ലാവർക്കും ഇവനെ കസ്റ്റഡി വെക്കുമ്പോൾ ഭയമാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന് ഭയമാണ്. എന്ത് സംഭവിക്കുമെന്ന് പറയാനൊക്കില്ല. അവർ സമാനം പറയണ്ടേ നാളെ? ജീവനുമായിട്ടുള്ള പന്താടുന്നത്. അന്വേഷണത്തിന് നല്ല സുഖമാണെന്നൊക്കെ തോന്നും. പോലീസ് ഇരിക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തോന്നും, നല്ല സുഖമാണ്, പോലീസിന് അധികാരമുണ്ട്, മറ്റേതാണ് മറിച്ച്. ഇതുപോലുള്ള വട്ടന്മാർ വന്നാൽ എന്ത് ചെയ്യും പോലീസ്? അവൻ നാളെ അകത്ത് പോകും, ചിലപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനകത്ത് പോകും. നിയമ സംവിധാനം അങ്ങനെയുള്ള അവനെ കോടതി എൻട്രസ്റ്റ് ചെയ്തിരിക്കുകയാണ്, പോലീസ് കസ്റ്റഡി കൊടുത്തിരിക്കുകയാണ്. അവൻ്റെ ജീവനും അവന് യാതൊരു അപകടം ഉണ്ടാകത്തില്ല എന്നാണ്. അതിനല്ലേ മെഡിക്കൽ പരിശോധന കൂടെ നടത്തുന്നത്. പോലീസ് അവൻ്റെ ദേഹത്ത് കൈവെക്കും, അവനെ ചിലപ്പം കൈകാര്യം ചെയ്ത് പരിക്കേറ്റ് അവൻ ചത്തെങ്കിലോ. അതുകൊണ്ട് എല്ലാ ദിവസവും മെഡിക്കൽ പരിശോധന നടത്തുന്നുണ്ട്. കസ്റ്റഡിയിലുള്ള ആൾക്കാരെ എല്ലാ ദിവസവും വരും. കാരണം ആ മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം ഒരു ഊണ്ട് വന്നാൽ പോലീസ് സമാനം പറയണ്ടേ? അതുകൊണ്ടാണ് ആ സുപ്രീം കോടതിയുടെ ആ ഒരു ഡയറക്ഷൻ എല്ലായിടത്തും ഇപ്പോൾ ഇന്ത്യ മുഴുവൻ അത് പ്രാബല്യത്തിൽ വന്നിരിക്കുന്നത്. ഒരാളെ കസ്റ്റഡി എടുത്ത് ഒരാഴ്ച പോലീസ് കസ്റ്റഡി ആണെങ്കിൽ എല്ലാ ദിവസവും അത് ചെയ്യേണ്ടി വരും. ആ 5-ാം ദിവസം വരെ ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനാണ്, 6-ാം ദിവസം ഈ പരിക്കേറ്റെന്ന് പറഞ്ഞാൽ എന്ത് സമാനം പറയാനൊക്കെ പോലീസിന്? പോലീസ് വളരെ റിസ്ക്കിയാണിത്. ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ വളരെ റിസ്ക്കിയാണ്. അത് നേരത്തെ ആരാണ്ട് പറഞ്ഞാൽ തമിഴ്നാട്ടിലൊക്കെയാണ് ഇവൻ കാണത്തില്ല, പൊടി പോലും കാണില്ല. കാരണം അത് എൻകൗണ്ടർ ചെയ്യാം, അതിനൊക്കെ അധികാരം പോലീസിന് ആരും വിനിയോഗിക്കും. തമിഴ്നാട് പോലീസും ആന്ധ്ര പോലീസും ഡൽഹി പോലീസും ബോംബെ പോലീസും ഒക്കെ വിനിയോഗിക്കും. കേരളത്തിൽ അതിനുള്ള ഗട്ട്സ് ഇല്ല ഇവിടെ ആർക്കും. നിയമപരമല്ല, ഒരു വയലൻ്റായ ഒരുത്തന്നെ കസ്റ്റഡിയിൽ ചാടിപ്പോൾ അവനെ വെടിവെച്ചിടാമല്ലേ? അപ്പോൾ അത് പോലീസ് ചെയ്യുന്നില്ല, അത് പലർക്കും പിടിക്കുന്നില്ല. കാരണം അതിന് ജുഡീഷ്യൽ, കേരളത്തിൽ ആയതുകൊണ്ട് ജുഡീഷ്യൽ എൻക്വയറിയാണ്. തമിഴ്നാട്ടിൽ അതൊന്നും കാണത്തില്ല. കസ്റ്റഡിയിൽ നിന്ന് ഒരുത്തൻ ചാടിപ്പോയെന്ന് പറഞ്ഞാൽ അവനെ വെടിവെച്ചിടും, കൊല്ലും. പക്ഷേ ഇവിടെ ആരും അതിന് തയ്യാറാകത്തില്ല. കാരണം ആ രീതിയിലുള്ള അന്വേഷണം കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. കാരണം
ഒതുക്കേണ്ടവനെ ഒതുക്കിയേ പറ്റുള്ളൂ. ഏത് ഗുണ്ടയായാലും ശരി, അവനെ അടിയേ പേടിയുള്ളൂ. അതുകൊണ്ടല്ലേ അവൻ ഗുണ്ടയായത്. അടി കൊടുക്കേണ്ടടുത്ത് കൊടുക്കും. അമേരിക്കൻ പോലീസ് ലോകത്തിലെ ഏറ്റവും വലിയ പോലീസാന്ന് പറഞ്ഞാലും നല്ല അടി അവിടെ കൊടുക്കും. ഇങ്ങനെയുള്ളവനെയൊക്കെ ഉപദേശിച്ചുകൊണ്ടൊന്നും ഒന്നും മാറാൻ പോകുന്നില്ല. ഇവൻ്റെ മൈൻഡെല്ലാം മാറി ക്രിമിനൽ മൈൻഡായിട്ട് കിടക്കുന്നവനെ എന്ത് പേടിയുണ്ടവന്? അവൻ ആരോഗ്യം പോകുമെന്ന് തോന്നുന്ന രീതിയിലുള്ള ഏമതെണ്ണം കിട്ടുന്നുണ്ടെങ്കിൽ അവൻ താന്നു വരും. അതുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ കോളേജിൽ പഠിക്കുന്ന അല്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ പഠിപ്പിക്കുന്ന കുട്ടികളെ ചെറിയ വടി കൊണ്ടൊക്കെ അടിച്ചടിച്ചാണ് നമ്മൾ അവരെ കൊണ്ടുപോകുന്നത്. അത് മാറി. അതുകൊണ്ടാണ് കേരളത്തിൽ മുഴുവൻ കുട്ടികൾ ഇപ്പോൾ എല്ലാവരും കൊല്ലാൻ. അവനൊന്നും പേടിക്കണ്ട. അവന് നല്ല ധൈര്യമാണ്. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെ അവന് പ്രൊട്ടക്ഷൻ ഉണ്ടെന്ന്. ആരാണ്? അവനൊരു പ്രൊട്ടക്ഷനും ഇല്ല. 12 വയസ്സിന് താഴെ ഉള്ളവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട്, മുകളിലോട്ടുള്ളവർക്ക് പ്രൊട്ടക്ഷൻ ഇല്ല. അത് ജുഡീഷ്യൽ കോടതിയിലൊക്കെ ട്രയൽ ചെയ്യുന്ന പോലെ അല്ല. ജുവനൈൽ ജസ്റ്റിസ് കോടതിയിൽ മർഡർ കേസാണെങ്കിൽ മർഡർ കേസിന് ട്രയൽ ചെയ്യണം. അതുകൊണ്ട് അങ്ങനെ ആരും ഇവിടെ മിടുക്കന്മാരാകാൻ ശ്രമിക്കരുത്. കുട്ടികൾക്ക് നല്ല അറിവുള്ള കുട്ടികളാണ് ഇപ്പോൾ. അതുകൊണ്ട് പ്രൊട്ടക്ഷനുണ്ട്. അണ്ടർ 18, 12 മുകളിൽ. ഇവനെ നേരത്തെ പറഞ്ഞല്ലോ, കൂട്ടമായിട്ട് കൊന്ന അതിന് നടപടിയില്ലാതെ. ഇവനൊക്കെ ഏത് ലോകത്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവരുടെ അടുത്തൊന്നും ഈ കൺസെഷൻ കാണിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഗവൺമെൻറ് ഇപ്പം ഷഫാസിനെ ഒരാളെ കൊന്നിട്ട് അയാളെ കൊന്നിട്ട് പിറ്റേ ദിവസം പരീക്ഷ എഴുതുന്നില്ല. അതൊക്കെ നല്ല ലക്ഷണമല്ല. ഒരു 3 വർഷം കഴിഞ്ഞ് അവന് പരീക്ഷ എഴുതാവുള്ളൂ. അവനൊരു പണിഷ്മെൻറ്റ് വേണ്ടേ അങ്ങനെയെങ്കിലും? അതിനകത്ത് ഇവിടുത്തെ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെയൊക്കെ ഞാൻ എതിരാണ് ആ കാര്യത്തിൽ. ഒരിക്കലും ചെയ്യാൻ പാടില്ല. അവരാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ കുട്ടികൾക്ക് വളം വെച്ച് കൊടുക്കുന്നത് ഇങ്ങനെയുള്ളവരാണ്. അതൊക്കെ എന്ത് ചിന്താഗതിയാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പണിഷ്മെൻറ്റ് എന്തിനാണ് വെച്ചത്? ഇന്ത്യൻ പീനൽ കോഡിൽ അല്ലെങ്കിൽ BNS പണിഷ്മെൻറ്റ് വെച്ചിരിക്കുന്നതാണ്. അവൻ എന്തെങ്കിലും ഒരുത്തിനോ ഉപദ്രവിക്കുക ചവിട്ടുകയും ചെയ്ത് അതിന് ശിക്ഷ 6 മാസം അല്ലെങ്കിൽ 3 വർഷം അകത്ത് കിടക്കണം. എങ്കിലേ മനുഷ്യർ അങ്ങനെയാണ് ഈ സൊസൈറ്റി നിലനിർത്തുന്നത്. അതിന് ഘടകവിരുദ്ധമായാണ് ആ പയ്യനെ കൊന്നിട്ട് അവരെ പരീക്ഷയ്ക്ക് എഴുതാൻ വിട്ടത്. ഒരിക്കലും ശരിയായില്ല എന്ന് ഞാൻ കൂടെ പറയുന്നതിൻ്റെ കാരണം അത് അങ്ങനെയല്ല ഇത് കൈകാര്യം ചെയ്യണം. ആരാണ് അത് ഇവന് വേണ്ടി ഈ കുട്ടികൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ആ തന്തയും തള്ളയും കൂടെ പ്രതിയാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. സമൂഹം ഈ കൈവിട്ടു പോയി, കാര്യങ്ങളെല്ലാം കൈവിട്ടു പോയി കഴിഞ്ഞ് ഇനി തിരിച്ചു പിടിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു കഥാപാത്രമാണ് ഇപ്പം നമുക്ക് ഇവിടുത്തെ കേസിൽ ഈ പയ്യനും അങ്ങനെയാണ്. അവൻ അങ്ങനെ വളർന്നു വന്നിരിക്കുന്നു. ഇപ്പോഴത്തെ തലമുറയുടെ റെപ്രസെൻറ്റേറ്റീവ് ആണ് അവൻ.